പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 19-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. വിഷയം ക്ഷമയാണ്. പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് യേശു നൽകുന്ന ഉത്തരവും തുടർന്ന് പറയുന്ന ഒരു ഉപമയുമാണ് വചനഭാഗ്യം. ആദ്യം നമുക്ക് അവരുടെ ചോദ്യോത്തരങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. കർത്താവേ, എൻ്റെ സഹോദരൻ തെറ്റു ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം എന്നതാണ് ചോദ്യം. എല്ലാ യഹൂദർക്കും കൃത്യമായി അറിയാവുന്നതാണ് ഈ ചോദ്യവും ഉത്തരവും. ഉത്തരം യഹൂദ നിയമപ്രകാരം 3 എന്നാണ്. പിന്നെന്തിനാണ് പത്രോസ് ആ ചോദ്യത്തോടൊപ്പം 7 എന്ന് ചേർത്തത്? യേശുവിൻ്റെ ക്ഷമ നൽകുന്ന മനോഭാവവും ക്ഷമയെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളും മനസ്സിലാക്കി പൂർണ്ണമായും ഞാൻ ക്ഷമിക്കണോ എന്നാണ് 7 എന്നതിലൂടെ പത്രോസ് പ്രതീക്ഷിക്കുന്നത്. യേശുവിൻ്റെ ഉത്തരം 770 എന്നത് 490 എന്നല്ല, മറിച്ച് ഈ വചനഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പോലെ നമ്മൾ കണക്കുകൂട്ടാതെ സഹോദരരോട് തുടർച്ചയായി ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. യേശു തൻ്റെ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമയിലൂടെ പത്രോസിൻ്റെ സഹോദരങ്ങളോടുള്ള ക്ഷമ എന്ന യാഥാർത്ഥ്യത്തെ ദൈവിക ക്ഷമ എന്ന യാഥാർത്ഥ്യവുമായി ചേർത്ത് വായിക്കുകയാണ്. യേശുവിൻ്റെ ഉപമയിലെ രാജാവ് ദൈവവും കടം മനുഷ്യരുടെ പാപവും തെറ്റും സേവകർ സഹോദരങ്ങളുമാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ നിരുപാധികമായി ക്ഷമിച്ചിരിക്കവേ നമ്മൾ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് ഈ ഉപമയുടെ ഉപദേശം. കർത്താവ് ആർദ്രനും ദയാലുവുമായ ദൈവം, കോപവിമുഖൻ, കാരുണ്യത്തിലും വിശ്വസ്തതയിലും സമ്പന്നൻ, 1000 തലമുറകളോട് കാരുണ്യം പുലർത്തുന്നവൻ, കുറ്റവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ എന്നാണ് ദൈവം തന്നെക്കുറിച്ച് തന്നെ മോശയോട് ഉദ്ഘോഷിച്ചത്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ. തങ്ങൾക്കു വേണ്ടി എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്നും ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് തന്നെക്കുറിച്ച് കർത്താവ് സോളമനോട് പറയുന്നു. 2 ദിനവൃത്താന്തം 7:14. ഈ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മാനവരാശിയോട് മുഴുവനുമായി ക്ഷമിക്കുകയും അവരുമായി രമ്യതപ്പെടുകയും ചെയ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യം ഇപ്രകാരം: നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ജഡികതയുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം: ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉപമയിലെ സന്ദേശം പോലെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു: ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമ കാണിച്ചതുപോലെ
നിങ്ങളും പരസ്പരം ദയയുള്ളവരും അനുകമ്പയുള്ളവരും അന്യോന്യം ക്ഷമിക്കുന്നവരും ആയിരിക്കുവിൻ. ഇന്നത്തെ ഉപമയെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാവായ ഒരിജൻ പറയുന്നത്, സഹോദരരോട് ക്ഷമിക്കാതിരിക്കുന്നത് നമുക്ക് ലഭിച്ച കൃപ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നാണ്. സഹോദരനോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ ബലിയർപ്പിക്കാനുള്ള യോഗ്യത പോലും നാം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ നിരുപാധികം അനുഭവിക്കുന്ന നമുക്ക് സഹോദരങ്ങളോട് ക്ഷമിക്കുന്നതിന് തയ്യാറാകാം. നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടുകളായിരിക്കുക എന്നത് എത്ര മനോഹരമാണ്.